ഇന്ന് നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽപ്പത്തിരി റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ഇത് ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പാൽപ്പത്തിരി റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്കിതിലേക്ക് വേണ്ട അപ്പം ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ 250 ml മെഷറിംഗ് കപ്പിന് 2.5 കപ്പ് അളവിൽ മൈദാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടെയാണ്. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ 1 കപ്പും കൂടെ ചേർത്തു. എന്നിട്ട് നന്നായിട്ട് കട്ടയെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി അവസാനമായിട്ട് 1 കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 3 കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ്. അത് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം മാത്രം ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ അപ്പം ചുട്ടെടുക്കാനായിട്ട് നേരത്തെ തന്നെ സ്റ്റൗവിൽ നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 1.5 തവി ബാറ്റർ ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ അപ്പം ചുട്ടെടുക്കാറില്ലേ ആ ഒരു രീതിയിൽ പതിയെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ മുകൾ വശമൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന സമയത്ത് തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ പതിയെ ആദ്യം ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അപ്പം എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ എല്ലാ അപ്പവും ആദ്യം ചുട്ട് റെഡിയാക്കി വെക്കാം. അപ്പം ഫുള്ളായിട്ട് ചുട്ടെടുത്തതിന് ശേഷം മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയും 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. നമ്മളിപ്പോൾ നേരത്തെ പഞ്ചസാര അളന്നെടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ 2.5 കപ്പ് അളവിൽ പാലാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതുപോലെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പാൽപ്പത്തിരി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അതൊരു 1.5 തവി ഇതിലേക്ക് ഒഴിക്കുക. ശേഷം നമ്മൾ നേരത്തെ ചുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പത്തിരി ഒരെണ്ണം ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും എഗ് ബാറ്റർ ഒഴിക്കുക. നേരത്തെ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അപ്പം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. വീണ്ടും 1 തവി ബാറ്റർ ഒഴിക്കുക. അങ്ങനെ ഓരോ അപ്പം വെച്ച് കൊടുക്കുമ്പോഴും ഓരോ തവി ബാറ്റർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ അപ്പവും അതുപോലെ തന്നെ എഗ് ബാറ്ററും തീരുന്നത് വരെ ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. അപ്പം വെച്ച് കൊടുക്കുക, ബാറ്റർ ഒഴിച്ച് കൊടുക്കുക, അങ്ങനെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. അവസാനമായിട്ട് കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്ന എഗ് ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഒഴിക്കുക. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുകളിൽ ഒഴിക്കുക. ശേഷം അടപ്പ് വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ പാൽപ്പത്തിരി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പഴയ പാൻ സ്റ്റൗവിൽ വെച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അത് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ പാൽപ്പത്തിരി റെഡിയാക്കി വെച്ചിട്ടുള്ള പാൻ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം അടപ്പിന് ഇതുപോലെയുള്ള ഹോൾസ് എല്ലാം ഉണ്ടെങ്കിൽ ഒരു ഫോയിൽഡ് പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചൊരു 30-35 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 35 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായി റെഡിയായി വന്നിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്കിതുപോലെ സ്പാച്ചില വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റൊരു പ്ലേറ്റ് എടുത്തിട്ട് പതിയെ നമുക്കിതൊന്ന് കമഴ്ത്തി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ഒരുപാട് റിസ്ക് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാൽപ്പത്തിരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.